കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ പരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ജയ ജയ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. വളരെ പ്രസിദ്ധമായ ഈ ശ്ലോകത്തോടെയാണ് ആചാര്യസ്വാമികളുടെ ശിവമാനസ പൂജ സ്തോത്രം സമർപ്പിക്കുന്നത്. ഇതിൽ ആകെ 5 ശ്ലോകങ്ങളാണുള്ളത്. ആദ്യ 3 ശ്ലോകങ്ങൾ ഭഗവാനെ ഉപചാരങ്ങളോടുകൂടി എങ്ങനെ പൂജിക്കുന്നു എന്ന ഒരു സങ്കല്പമാണുള്ളത്. അടുത്ത ഒരു ശ്ലോകത്തിൽ പൂജ ചെയ്യുന്നയാൾ ഉപാസനാമൂർത്തിയുമായി താതാത്മ്യം പ്രാപിക്കുന്ന ഒരു ഭാവവും പിന്നീട് ഒരു ക്ഷമാപണ ശ്ലോകവുമാണ് ഇതിലുള്ളത്. ഈശ്വര ഉപാസനയ്ക്ക് അനേകം പദ്ധതികളാണുള്ളത്. അതിൽ ഒന്നാണ് പൂജാ പദ്ധതി, മറ്റൊന്നാണ് സ്തോത്ര പദ്ധതി അല്ലെങ്കിൽ സ്തോത്ര ഉപാസന. ഇത് രണ്ടിൻ്റെയും ഒരു സംഗമമാണ് ശിവമാനസ പൂജാ സ്തോത്രം. വിത്തം ബന്ധു വയ കർമ്മ വിദ്യാ ഭവതി പഞ്ചമി എന്നാണ്. ഒരാൾ എങ്ങനെ പൂജയ്ക്ക് അർഹനായിത്തീരുന്നു, പൂജ്യനായിത്തീരുന്നു എന്നുള്ളതിൻ്റെ ഒരു സാധാരണ പ്രമാണം ആണ് വിത്തം ബന്ധു വയ കർമ്മ വിദ്യ. വിത്തം ഉണ്ടെങ്കിൽ വെച്ചാൽ ധനവാൻ ആയിട്ടുള്ളവരോട് നമ്മളുടെ മനസ്സിലൊരു ഒരാൾ പൂജിക്കേണ്ടതാണ് എന്നൊരു മനോഭാവം ഉണ്ടാകുന്നതാണ്. അത് ഏറ്റവും താണപടിയാണ്. കുറച്ചുകൂടി ശ്രേഷ്ഠമാണ് ബന്ധുത്വം കൊണ്ട് പൂജനായി തീരുക. ഇനി മറ്റൊന്ന് വയസ്സുകൊണ്ട് ആദരണീയനായി തീരുക, പൂജ്യനായി തീരുക. പിന്നെ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ശ്രേഷ്ഠത കൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പൂജിക്കാറുണ്ട്. ഏറ്റവും ഉയർന്ന തരത്തിലുള്ള പൂജ വിദ്യ. 5-മതായിട്ട് പറഞ്ഞത് വിദ്യ, അറിവ് കൊണ്ട് ഒരാൾ പൂജ്യനായി തീരണു. ഇതെല്ലാം തികഞ്ഞ ഒരാൾ എന്ന ഭാവത്തിലാണ് ഈശ്വരനെ നമ്മൾ പൂജിക്കുക. വിത്തം ബന്ധു, സർവബന്ധുവാണ് ഈശ്വരൻ. വിത്തം എല്ലാത്തിനും ഈശ്വരൻ എന്നുള്ള പദത്തിൽ തന്നെ അതുണ്ട്. അതുപോലെ വയ ആദ്യനായിട്ടുള്ള ഈശ്വരൻ. കർമ്മ വിദ്യ, സർവജ്ഞനാണ് ഈശ്വരൻ. അപ്പം അതുകൊണ്ട് തന്നെ ഏറ്റവും പൂജ്യനായിട്ടുള്ള ആൾ ഈശ്വരനാണ്. അങ്ങനെയുള്ള ഈശ്വരനെ പൂജിക്കാൻ അനേകം ഉപായങ്ങൾ അല്ലെങ്കിൽ മാർഗങ്ങൾ, രീതികൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. അതിൽ ഈ പ്രപഞ്ചം ഈശ്വരനിൽ നിന്ന് ഉണ്ടായി, ഈശ്വരനിൽ നിലനിന്ന് ഈശ്വരനിൽ ലയിക്കുന്നു. ഇതിനെ മുഴുവനും വീണ്ടും ഒരു പുനരാവിഷ്കരണം പോലെ പൂജയിൽ ചെയ്യാറുണ്ട്. അതിൽ പ്രധാനമായിട്ട് 5 കാര്യങ്ങൾ പഞ്ചഭൂതങ്ങളുടെ പ്രതീകമായിട്ട് ആകാശം, വായു, അഗ്നി, അപ്പ്, പൃഥ്വി, അതായത് ജലം, ഭൂമി, ഈ 5ൻ്റെയും പ്രതീകമായിട്ട് ശ്രേഷ്ഠമായിട്ടുള്ള വസ്തുക്കളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പൂജ നിർവഹിക്കാറുണ്ട്. ഈ 5 ഉപചാരങ്ങളിൽ തുടങ്ങിയിട്ട് പിന്നീട് അത് ക്രമേണ വർദ്ധിച്ച് ഷോഡശോപചാരം 16 ഉപചാരങ്ങളോട് കൂടി ഭഗവാനെ പൂജിക്കാറുണ്ട്. പിന്നീട് വർദ്ധിച്ച് 32, 18 ഉപചാരം, 32 ഉപചാരം, 64 ഉപചാരങ്ങളോട് കൂടിയേ അങ്ങനെ വളരെ വളരെ വിപുലമായ തരത്തിലെല്ലാം പൂജകൾ നിർവഹിക്കാറുണ്ട്. അതിലേറ്റവും സാധാരണമായി കണ്ടുവരുന്നത് 16 ഉപചാരങ്ങളോട് കൂടിയിട്ടുള്ള പൂജയാണ്. ഇപ്പോൾ പൂജ ചെയ്യണ സമയത്ത് അത് കായികം, വാചികം, മാനസിക ഈ 3 അവസ്ഥകളിലും ഇതിന് പ്രാധാന്യമുണ്ട്. ഇവിടെ അടുത്ത ഒരു തലത്തിൽ ഈ സ്തോത്ര ഉപാസനയിലേക്ക് വരുമ്പോൾ അവിടെ മനസ്സിനും വാക്കുകൾക്കുമാണ് പ്രാധാന്യം. പൂജ ചെയ്യുമ്പോൾ തന്നെ അതിലേറ്റവും പ്രാധാന്യം ഉള്ള ഒന്ന് ഭാവന ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ്. പൂജയിൽ പല കാര്യങ്ങളും നമുക്ക് സങ്കല്പങ്ങളെ ആശ്രയിച്ചിട്ടാണ് ചെയ്യുക. പൂർണ്ണമായിട്ട് എല്ലാ വസ്തുക്കളെയും ശേഖരിച്ച് സമർപ്പിക്കലൊന്നും പൂജയിലുണ്ടാവില്ല. അതിനെയൊക്കെ സങ്കല്പങ്ങളിലൂടെയാണ് സാധുവാക്കുന്നത്. ഇനി സ്തോത്ര പദ്ധതിയിലേക്ക് വരുമ്പോൾ അതിൽ മനസ്സിനാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. ഉപാസിക്കുന്ന ദേവതയെ മനസ്സുകൊണ്ട് സങ്കല്പം ചെയ്ത് മനനം ചെയ്ത് നിധിധ്യാസനത്തിലൂടെ ആ ദേവതാഭാവത്തെ
കൈവരിച്ച് ദേവതയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ് സ്തുതികളുടെ ലക്ഷ്യം. ഇവിടെ ശിവമാനസ പൂജാ സ്തോത്രം, അതിൽ ഉപചാരങ്ങളോട് കൂടിയുള്ള ഒരു പൂജയെ മനസ്സുകൊണ്ട് സങ്കല്പം കൊണ്ട് ചെയ്യുന്ന ഒരു പൂജയാണ് ഈ സ്തോത്രത്തിൻ്റെ അടിസ്ഥാനം. ആദ്യ 3 ശ്ലോകങ്ങളിൽ ഈ ഉപചാരങ്ങൾ ഭഗവാന് സമർപ്പിക്കുന്നതായിട്ട് സങ്കല്പിക്കുന്നു. രത്നൈഹി കൽപ്പിതമാസനം ഹിമജലൈഹി സ്നാനം ച ദിവ്യാംബരം നാനാരത്നവിഭൂഷിതം മൃഗമതാമോദാംകിതം ചന്ദനം ജാതീചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ ദീപം ദേവദയാനിധേ പശുപതേ ഹൃൽകൽപ്പിതം ഗൃഹ്യതാം. ഭൂമിയിലെ ഏറ്റവും മൂല്യവത്തായ ഒന്നാണ് രത്നം. ആ രത്നമാണ് ഭഗവാന് പീഠമായി കൽപ്പിക്കുന്നത്. ഹിമജലൈഹി സ്നാനം, കുളിരുള്ളതും നിർമ്മലവുമായിട്ടുള്ള ജലത്തെ ഹൃദയം കൊണ്ട് ഭഗവാന് സമർപ്പിക്കണം സ്നാനത്തിനായിട്ട്. തുടർന്ന് ച ദിവ്യാംബരം, ദിഗംബരനായ ഭഗവാന് ദിവ്യമായ വസ്ത്രങ്ങളെ നൽകുന്നതായി സങ്കല്പിക്കണം. മൃഗമദാമോദാംകിതം ചന്ദനം, തുടർന്ന് ഭഗവാന് ചന്ദനത്തെ സമർപ്പിക്കണം. എങ്ങനെയുള്ള ചന്ദനം? മൃഗമദാമോദാംകിതം ചന്ദനം, കസ്തൂരി ചേർന്ന ചന്ദനാണ് ഭഗവാന് നൽകുന്നത്. ജാതീ ചമ്പകവില്വപത്രരചിതം പുഷ്പം ച ധൂപം തഥാ, വിശേഷമായിട്ടുള്ള പൂക്കളെ കൊണ്ട്, വില്വപത്രരചിതം, ജാതി ചമ്പകം തുടങ്ങിയ പുഷ്പങ്ങൾ കൂടാതെ വില്വപത്രം, കൂവളത്തിൻ്റെ ഇല കൊണ്ട് ഭഗവാൻ ഏറ്റവും പ്രാധാന്യം ഉള്ള ഒന്നാണ്. ശിവപൂജയിൽ ഏറ്റവും ശ്രേഷ്ഠതരമായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ് ബില്വപത്രം. 3 ദളങ്ങളോട് കൂടിയിട്ടുള്ളതാണ്. ത്രിദളം ത്രിഗുണാധാരം ത്രിനേത്രം ച ത്രിയായുധം ത്രിജന്മ പാപസംഹാരം ഏകബില്വം ശിവാർപ്പണം എന്ന് പറയും. ത്രിദളം, 3 ദളങ്ങളോട് കൂടിയിട്ടുള്ള കൂവളത്തിലെ ത്രിഗുണാധാരം, 3 ഗുണങ്ങൾക്കും ആധാരമായിട്ടുള്ളത്. ത്രിനേത്രം, ഭഗവാന്റെ 3 നേത്രങ്ങളെ അനുസ്മരിപ്പിക്കുന്നത്, ഭഗവാന്റെ ആയുധത്തെ അനുസ്മരിപ്പിക്കുന്നത്. ആ കൂവളത്തിൽ ഭഗവാന് സമർപ്പിക്കുന്നത് ത്രിജന്മ പാപസംഹാരം എന്നാണ് പറയുക. അങ്ങനെയുള്ള കൂവളത്തിലയോടുകൂടി മാലകളൊക്കെ സമർപ്പിക്കണം. ധൂപദീപാദികൾ ഭഗവാനെ സമർപ്പിക്കണം. സൗവർണേ നവരത്നഖണ്ഡരചിതേ പാത്രേ ധൃതം പായസം ഭക്ഷ്യം പഞ്ചവിധം പയോദധിയുതം രംഭാഫലം പാനകം ശാകാനാമയുതം ജലം രുചികരം കർപ്പൂരഖണ്ഡോജ്വലം താംബൂലം മനസാവയാ വിരചിതം ഭക്ത്യാ പ്രഭോ സ്വീകുരു. രത്നഖചിതമായ സ്വർണ്ണപാത്രത്തിലായിട്ട് 5 വിധത്തിലുള്ള ഭക്ഷ്യത്തെ ഭഗവാന് സമർപ്പിക്കണം. ഭക്ഷ്യത്തെ 5 വിധങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ഭക്ഷ്യം, ഭോജ്യം, ലേഹ്യം, ചോഷ്യം, പേയം. ഇതാണ് 5 വിധങ്ങൾ. ഖാദ്യം അല്ലെങ്കിൽ ഭോജ്യം എന്ന ഒരു വിഭാഗം, പല്ലുകൊണ്ട് കടിച്ച് ചവച്ചരച്ച് കഴിക്കേണ്ടതായിട്ടുള്ളത്. ലേഹ്യം, നാവ് കൊണ്ട് അലിയിച്ചലിയിച്ച് കഴിക്കേണ്ടതായിട്ടുള്ള ലേഹ്യം. ചോഷ്യം, വലിച്ച് കുടിക്കേണ്ടതായിട്ടുള്ളത് ചോഷ്യം. പേയം, ഇങ്ങനെ കുടിക്കേണ്ടതായിട്ടുള്ളത്. ഈ 5 വിധത്തിലുള്ള ഭക്ഷ്യത്തെ ഭഗവാന് സമർപ്പിക്കുന്നതായി സങ്കല്പിക്കണം. തുടർന്ന് താംബൂലം മനസാവയാ വിരചിതം, താംബൂലം സമർപ്പിക്കണു ഭഗവാന്. ഭക്ത്യാ പ്രഭോ സ്വീകുരു. ഇനി അടുത്ത ഘട്ടത്തിലേക്ക് വരുമ്പോൾ മാനസികോല്ലാസത്തിന് വേണ്ട ഉപചാരങ്ങളെയാണ് സമർപ്പിക്കുന്നതായിട്ട് കാണുന്നത്. ഛത്രം ചാമരയോർയുഗം വ്യജനകം ചാദർശകം നിർമ്മലം വീണാഭേരിമൃദംഗകാഹളകളാഗീതം ച നൃത്യം തഥാ സാഷ്ടാംഗപ്രണതിസ്തുതിർ ബഹുവിധാഹ്യേതൽ സമസ്തം മയാ സങ്കൽപ്പേന സമർപ്പിതം തവ വിഭോ പൂജാഗൃഹാണ പ്രഭോ. വെൺകൊറ്റക്കുട, ചാമരങ്ങൾ, നിർമ്മലമായിട്ടുള്ള പരിശുദ്ധമായിട്ടുള്ള ഒരു കണ്ണാടി സമർപ്പിക്കണം.
വീണ, മൃദംഗം, ഇങ്ങനെയുള്ള സംഗീതം, നൃത്യം, ഇങ്ങനെയുള്ളതെല്ലാം ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് സാഷ്ടാംഗ നമസ്കാരം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ഉപചാരങ്ങളോട് കൂടിയിട്ടുള്ള ഒരു പൂജയെ അവിടെ സങ്കല്പിക്കണം. തുടർന്ന് പൂജകനും പൂജ്യനായ ഭഗവാനും ചേർന്ന് ഒന്നായിത്തീരുന്ന ഒരവസ്ഥയിലേക്ക് നിൽക്കുന്നു. അടുത്ത ശ്ലോകത്തിൽ ആ ഒരു അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്. ആത്മാത്വം ഗിരിജാമതി സഹചരാഹ പ്രാണാശരീരം ഗൃഹം പൂജാതേ വിഷയോപഭോഗരചനാ നിദ്രാ സമാധിസ്ഥിതി സഞ്ചാര പദയോഃ പ്രദക്ഷിണവിധി സ്തോത്രാണി സർവാഗിരോ യദ്യൽ കർമ്മ കരോമി തത്തദഖിലം ശംഭോ തവാരാധനം. ഈശ്വരൻ ആത്മാവ് തന്നെയാണ്. അതിൽ ബുദ്ധിയായിരിക്കുന്നത് പാർവതിയാണ്. ഭഗവാന്റെ സഹചരന്മാരാണ് പ്രാണവായുക്കളെല്ലാം ഭഗവാന്റെ സഹചരന്മാരാണ്. ഈ ഭഗവാന്റെ ഗൃഹം അല്ലെങ്കിൽ ആ ക്ഷേത്രം ഈ ശരീരം തന്നെയാണ്. വിഷയസുഖാനുഭവങ്ങളൊക്കെ ഭഗവാൻ അർപ്പിക്കുന്ന പൂജയാണ്. അതുപോലെ നിദ്ര സമാധിയാണ്. ഞാൻ വയ്ക്കുന്ന ഓരോ അടികളും അങ്ങയ്ക്കുള്ള പ്രദക്ഷിണമാണ്. ഇങ്ങനെ എല്ലാറ്റിലേക്കും ഈ ഭഗവത് ഭാവനയെ വ്യാപിപ്പിച്ചുകൊണ്ടാണ് ഈ ശിവമാനസ പൂജ സ്തോത്രം സമാപിപ്പിക്കുന്നത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ. ഒരു ക്ഷമാപണ സ്തോത്രത്തോടു കൂടിയാണ്, ഒരു ക്ഷമാപണ ശ്ലോകത്തോടു കൂടിയാണ് ഈ സ്തോത്രം സമാപിക്കുന്നത്. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ അപരാധം വിഹിതമവിഹിതം വാ സർവമേതൽ ക്ഷമസ്വ. ജയ ജയ കരുണാധേ ശ്രീ മഹാദേവ ശംഭോ.